ഹലോ, ഈ അടുപ്പ് ഇപ്പൊ സുഖമായിട്ട് കത്തുണ്ട്. ഈ അടുപ്പ് എന്താ നിങ്ങൾ വേണ്ടത്? എനിക്ക് ആദ്യം കത്തിക്കുന്ന സമയത്ത് ഈ വായു സഞ്ചാരം കിട്ടൂല. അപ്പൊ ഈ കലം അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കലം ഇറങ്ങിയിരിക്കുമ്പോൾ എന്താക്കില്ല, പുക വലിക്കൂല. അപ്പൊ ആദ്യം അതിന്റെ റെഡ്യൂസർ വെക്കുക, എന്നിട്ട് ആ റെഡ്യൂസർ വെച്ചിട്ട് കലത്തിൽ വെക്കുക. അപ്പൊ കല ലേശം പൊന്തിരിക്കും. അപ്പൊ വായു സഞ്ചാരം കിട്ടും. അപ്പൊ സുഖമായിട്ട് കത്തും. 1% പുക ഉണ്ടാവില്ല. ഈ ബീഡിയുടെ പുക പോലും ഉണ്ടാവില്ല. ഞങ്ങൾ അടുപ്പിന്റെ പരസ്യം എന്താണെന്നറിയോ? സുഖമായിട്ട് കത്തും, സുഖമായിട്ട് പുക പോകും, മര്യാദ ചൂട് കിട്ടുന്ന, കത്തിനുള്ളത് ശരിയാക്കി തരും, പുക പോകുന്നത് ശരിയാക്കി തരും, ചൂട് കുറവാണെന്ന് വെച്ചാൽ ശരിയാക്കി തരുന്നതാണ്. ഇപ്പോൾ ഉണ്ടോ, ഒരു ബീഡിയുടെ പുകയും കൂടി പെടില്ല. ഇപ്പോൾ കറണ്ട് ഇല്ലാത്താണ് ശരിക്കും കാണാത്ത. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സംഭവം ശരിക്കും കത്തുണ്ടല്ലോ, തീരെ പോകില്ലല്ലോ. അപ്പം നിങ്ങൾ പറഞ്ഞാൽ തീരെ പോകില്ലാന്ന് പറഞ്ഞാൽ ഒക്കെ പറയില്ല. നിങ്ങൾ പിടിക്കൊന്നുമില്ല. തീരെ പുകയില്ല, സുഖമായി കത്തുന്നു കേട്ടോ. ഒന്ന് പറഞ്ഞാണ് തീരെ പുകയില്ല, സുഖമായി കത്തുന്നുണ്ട്. അൽഹംദുലില്ലാ. കേട്ടോ, ഇനി എന്താ വേണ്ടത്? നമ്മൾ മുസ്ലിമീങ്ങളല്ലേ. അപ്പൊ മുസ്ലിമീങ്ങളാണ് നമ്മൾ എന്താക്കണം, എന്തൊരു വിഷയത്തിനും ബിസ്മി നല്ലതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നല്ല പോലെ ചെല്ലുക, തിക്കും തിരക്കും കൂട്ടാതെ. എന്നിട്ട് അടുപ്പ് കിട്ടുക. ആ ഹിന്ദുക്കളാണ് ഞാൻ എന്താ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പറയും അവരോട് ദൈവങ്ങൾ വിളിച്ചിട്ട് അടുപ്പ് കത്തിച്ചോളി, ഇന്നൊരു പേരും പേടിക്കേണ്ടതാണ്. ദൈവങ്ങൾ വിളിച്ചാൽ എന്താ, നമ്മളെ സഹായിക്കാൻ ദൈവം തന്നെ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് ദൈവങ്ങളുണ്ട്, നമുക്കും ദൈവങ്ങളുണ്ട്. നമ്മളെ ദൈവത്തിന് അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്നത്. അവർ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിക്കും. അവർക്ക് ഏകദൈവം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും അവർ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിക്കും. അപ്പം ഞാൻ അവരോട് പറയും, ഹിന്ദുക്കളോട് പറയും, അടുപ്പ് കത്തിക്കുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ സ്വാമി എന്നൊക്കെ വിളിച്ചിട്ട് എന്താ പറയുക, കൃഷ്ണനെ വിളിച്ചോളി, ഗുരുവായൂരപ്പനെ വിളിച്ചോളി, ശബരിമല സ്വാമിനെ വിളിച്ചോളി, എന്നിട്ട് അടുപ്പ് കത്തിച്ചോളി, ഇന്ന് അവർ പേടി മേടിക്കണ്ടെന്ന് പറയും. മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കത്തിച്ചോളി പറയും. അവർ സുഖമായിട്ട് കത്തും. എല്ലാവരും ബിസ്മി എന്നല്ല. കാരണം എന്താണോ, ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഒരു തുടക്കത്തിനും ബിസ്മിയാണ്. ബിസ്മി എന്നാണ് എല്ലാ സംഭവം വന്നത്. അപ്പം ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ എല്ലാവരും ചൊല്ലിക്കോളി, സുഖമായിട്ട് അടുപ്പ് കത്തും. ഈ അടുപ്പ് കത്തിനുള്ള ഞാൻ എന്നും ശരിയാക്കി തരും. ഒരു ദിവസം നല്ല, ഇതിൽ മാജിക് ഒന്നുമില്ല. അപ്പം നിങ്ങൾ കത്തിച്ചാലും ഞാൻ കത്തിച്ചാലും ഇതുപോലെ കത്തും കേട്ടോ. അപ്പം ശരിയാക്കി തരാം. നൂലിലേക്ക് കത്തുന്ന കിട്ടേ. ഇനി ഞാൻ ആ റേഡിയേഷൻ എടുത്ത് മാറ്റി കാണിച്ചു തരാം. ഇനി റേഡിയേഷൻ എടുത്ത് മാറ്റിയാൽ നല്ല ചൂടും കിട്ടും, സുഖമായിട്ട് പുക വലിച്ചു പോകും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് റെഡ്യൂസർ വെച്ച കാരണം എന്താ, ഫുള്ള് ചൂട് കിട്ടൂല. കാരണം ആ കുറച്ച് സ്ഥലത്തല്ലേ കലരിക്കണുള്ളൂ. ഇനി അതരി അതന്നെ. ഇനി ആ കലന്നെടുത്ത് മാറ്റി കളി. ഒരു മിനിറ്റ്, നിങ്ങൾ ആ കലന്നെടുത്ത് മാറ്റി. നിങ്ങളൊന്നും പിടിക്കില്ല എന്നാ പോരെ. കലന്ന് പിടിച്ച ഇനി നോക്കി, ഒറ്റ മിനിറ്റ്. ഈ റെഡ്യൂസർ നമ്മൾ എടുത്ത് മാറ്റി. ഇനി നോക്കി കണ്ടോ, ഇപ്പൊ സുഖമായി കത്തി, പുക കൊടുക്കില്ല. അത് ആദ്യം വായു സഞ്ചാരം കിട്ടാനാണ്. അത് ഞാൻ പറഞ്ഞു, വായു സഞ്ചാരം കിട്ടണം. ഇപ്പോൾ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു കരട് കുടുങ്ങി വിചാരിച്ചോളി, അപ്പോൾ പുക ഈ വെള്ളം ശരിക്ക് വരുമോ? ഇതേപോലെ തന്നെ എല്ലാ ഒന്നിനും. ഇപ്പം നമ്മൾ മൂക്കടഞ്ഞ്, അപ്പോൾ മൂക്കെന്താ ചെയ്തിട്ട് കളഞ്ഞാൽ എന്തായി, ശ്വാസം ശരിക്കും കിട്ടും. ഇതുപോലെ എന്തൊരു കാരണമുണ്ടോ, കാരണമില്ലാതെ കാരണം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ വരാനുള്ള കാരണം എന്താ, ഞാനിവിടെ പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കിയ കാരണമാണ്. ഇവിടെ ഇപ്പോൾ അടുപ്പ് നോക്കിക്കോളി, സുഖമായി കത്തുണ്ട് കേട്ടോ. ഇതേപോലെ എന്നും കത്തും, ഒരു മേജിക്കും ഇല്ല. ഇതൊരു വലിപ്പം കൂട്ടിയോ കുറയ്ക്കോ ഒന്നും വേണ്ട കേട്ടോ. ഇന്നും നിങ്ങൾ അടുപ്പ് കത്തിണ്ടാന്നോ പോകില്ലാന്നോ പറഞ്ഞാൽ ഞാൻ ശരിയാക്കി തരും. പിന്നെ വേറെ കാര്യം, ഈ രണ്ടടുപ്പും കൂടി കത്തിക്കണം. ഒരടുപ്പ് മാത്രം കത്തിച്ചാൽ ഒരടുപ്പിന് ലോഡ് കൂടും. അപ്പം എന്തായാലും ഈ അടുപ്പിന് കംപ്ലൈൻറ്റ് വരും. രണ്ടടുപ്പും കത്തിക്കണം, എന്നാലാണ് അടുപ്പ് വീട് നിൽക്കുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ഷർട്ട് നെട്ട് എങ്ങനെ ഉണ്ടാവും, ആ ഷർട്ട് വേഗം നാശമില്ലേ, ബട്ടൺസൊക്കെ പൊട്ടി പോയില്ലേ. ഇതേപോലെ എല്ലാ ഷർട്ടും ഉപയോഗിക്കണം. അതാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സുഖമായിട്ട് അടുപ്പ് കത്തിണ്ട്. ഒന്ന് പറഞ്ഞാണ് നിങ്ങൾ പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ് സുഖമായി കത്തിട്ടാണ്. നിങ്ങളത് പിടിക്കൂല. കുട്ടി ഒരു മിനിറ്റ്. കാരണം നിങ്ങളെ അനുഭവമാണ് ഞങ്ങളെ വിജയം. നിങ്ങൾ പറയുകയാണെങ്കിൽ അടുപ്പ് സത്യം നമ്മൾക്ക് എല്ലാവരും പണിക്കുടിക്കും. നിങ്ങൾ പറയാൻ അടുപ്പ് ശരിക്കും കത്തൂല, നമ്മളാരും പണിക്കുടിക്കൂല. ഇത് കുട്ടി ഒന്ന് പറഞ്ഞേ, നോക്കി പറയാം. ഈ കുട്ടിയൊന്നും പിടിക്കില്ല. പറഞ്ഞോ അൽഹംദുലില്ലാഹ് സുഖമായി അടുപ്പ് കത്തിണ്ടാണ്. കേട്ടോ. ഞാൻ നല്ല ചൂടും കുട്ടിയോട് 10 മിനിറ്റ് കൊണ്ട് 10 ഗ്ലാസ് വെള്ളം തിളക്കും. ഒരാളോട് നമ്മൾ പറയണം, ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പോൾ ചായ ഉണ്ടാക്കി തരാം, ആൾ 10 മിനിറ്റ് വർത്താനം പറയുമ്പോൾ 10 ഗ്ലാസ് വെള്ളം തിളക്കും. ഇതാണ് നമ്മുടെ അടുപ്പിലെ ഗ്യാരണ്ടി. ഞാൻ അത് ഓഫാക്കട്ടെ. ഓഫാക്കി മൊബൈൽ ഉപയോഗിക്കാനില്ല.